അയക്കില്ല വർഷേ. എന്താടി നോക്കുന്നേ? ആ കണ്ണിനെ കുത്തിപ്പൊട്ടിക്കും. അതിന് ആ കൈ ഉണ്ടായിട്ട് വേണ്ടേ ചവിട്ടി ഓടിക്കും ഞാൻ. എന്റെ പൊന്നു മക്കളെ, തുടങ്ങല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാലോ? ആ, എനിക്കൊന്നും അറിയില്ല. അപ്പൻ എന്നോട് ഒന്നും പറഞ്ഞില്ല. എന്നോട് ചോദിച്ച ചോദ്യത്തിന് നിന്നോട് ആൻസർ പറയാൻ ആരടി പറഞ്ഞു? കെവിൻ, കുറച്ച് ഡീസന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ. നീ എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. അങ്കിൾ ഇരിക്കുന്നു. അല്ലെങ്കിൽ മോനെ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? അവൻ പലതും ചെയ്യും. അതാണ് അവന്റെ സ്വഭാവം. നീ ഇവിടെ വന്നത് സംസാരിക്കാനാണോ അതോ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനാണോ? നിനക്ക് ടേബിൾ മാനേഴ്സ് എന്താണെന്ന് അറിയാമോ? ടേബിൾ മാനേഴ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് എന്ത് മാനേഴ്സ് ആടവുള്ളേ? ഒരു പെണ്ണിനെ കണ്ടപ്പോ മണപ്പിച്ച് പോയിരിക്കുന്നു. നീ ആരോടാ സംസാരിക്കുന്ന വല്ല ബോധം ഉണ്ടോടാ? ഞാൻ കോളേജ് ചെയർമാനാ, അത് മറക്കണ്ട. കോളേജ് ചെയർമാനൊക്കെ അങ്ങ് കോളേജ്, അതിന്റെ ബഹുമാനമൊക്കെ അങ്ങ് കോളേജിൽ ഞാൻ തരും. പുറത്തും അത് വേണമെന്ന് വാശി പിടിച്ചാലോ മോനെ? ഇതൊക്കെ ഇവനെ മര്യാദക്ക് സംസാരിക്കണം. ഇത് പബ്ലിക് പ്ലേസ് ആണെന്നുള്ള ബോധം വേണം. പബ്ലിക് പ്ലേസ് ആയതുകൊണ്ടാ മോനെ, ഇല്ലെങ്കിൽ എന്റെ കൈ നിന്റെ മോന്തയിൽ ഇരുന്നേനെ. മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാതെ എണീറ്റ് പോടാ. മതി, നിർത്ത്. നിന്നെയൊക്കെ ഈഗോ വർക്കൗട്ട് ചെയ്യാനല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നേ. മിഥുനെ, നീ ചെല്ല്, പുറത്തേക്ക് പോ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നീ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. സോ, നിങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് സോറി പറയാൻ റെഡിയാണോ? എന്തിന്? അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാനാണോ ചെയ്തേ? പിള്ളേരെ, നിങ്ങൾ ഇങ്ങനെ വീട്ടിലും കോളേജിലും മാറി മാറി അടിപിടിക്കാൻ നിന്നാൽ ഇത് എവിടെ പോയി നിൽക്കുമെന്ന് അറിയാമോ? ഇവനെല്ലാം സ്റ്റാർട്ട് ചെയ്യണേ ഓരോ മിനിറ്റും എനിക്ക് പണി തന്നോണ്ടിരിക്കുക. നീ പുണ്യാളത്തിൽ കളിക്കല്ലേടി. സാറിനറിയോ, എന്നെ മിസ് സൂസനെ പറ്റി അപവാദം പറഞ്ഞ് പരത്തല ഇവളുടെ മെയിൻ പരിപാടി. അപ്പൊ എന്റെ ഉറങ്ങുന്ന പിക്ക് കൊണ്ടുപോയി കോളേജ് മുഴുവൻ സ്പ്രെഡ് ആക്കിയതോ? കെവിൻ, ഇതൊക്കെ എന്താ? ഇതൊക്കെ എപ്പോ? അവളൊരു പെൺകുട്ടിയല്ലേ. അതിനിവള് പെണ്ണാണെന്ന് ആര് പറഞ്ഞു? മതി. ഇവിടെ നിങ്ങൾക്കിടയിൽ ഈ ഇവിടെ ഉണ്ടായ വലിയ ഇൻസിഡന്റ് സംസാരിച്ച് സോൾവ് ആക്കാനാ നമ്മൾ ഇവിടെ വന്നേ. ഇതിപ്പോ എന്ത് സോൾവ് ചെയ്യാനാ? എനിക്ക് ഇവളോടൊന്നും സോൾവ് ചെയ്യാനില്ല. പിന്നെ എനിക്കാണോ? ഒന്ന് പോയടാ. റെസ്റ്റോറന്റ് ആയിപ്പോയി. അല്ലെങ്കിൽ നിന്നെ പൊറോട്ട അടിച്ച് പരത്തുന്നത് പോലെ പരത്തിയനെ. റെസ്റ്റോറന്റ് ആയിപ്പോയി. ഇല്ലേ നിന്നെ ഞാൻ ഷവർമ വെട്ടി നുറുക്കുന്ന പോലെ അറഞ്ഞ പുറഞ്ഞ വെട്ടിയനെ. എന്നാ വെട്ടടി, വെട്ട. സാർ, എന്താ കഴിക്കാൻ വേണ്ടത്? ഇതേതാ ഈ അലവലാതി? നീയേ പോയിട്ടൊരു ആനയെ പൊതിച്ചോണ്ട് വാ. സാർ, ആനയിറച്ചി ഒന്നും ഇവിടെ അലൗഡ് അല്ല. ഇവൻ ഏതാ ഈ പൊട്ടൻ? ഞങ്ങൾ ഇവിടെ ഒരു അന്താരാഷ്ട്ര പ്രശ്നം പരിഹരിക്കുന്നത് കണ്ടില്ലേ? അതിനിടയില അവന്റെ ഒരു മാഡത്തിന് എന്തെങ്കിലും വേണോ? ആരാണ് നിന്റെ മാഡം? പോടാ. അവൻ എന്നോടാ ചോദിച്ചേ. അതിന് നീ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസ്. അവളുടെ അമ്മൂമ്മയുടെ ഒരു പൈനാപ്പിൾ ജ്യൂസ്? നീ ഇവിടെ വെട്ടി വീഴുന്ന വന്നതാണോടി? ആണെങ്കിൽ എന്താടാ, നിന്റെ തന്തയുടെ മകയാണോടാ ഈ റെസ്റ്റോറന്റ്? അമ്പയ്ക്ക് പിടിക്കുന്ന വിഷാമേ. ഓ, ഒന്ന് നിർത്താൻ. നീയൊക്കെ ഇവിടെ വന്നത് എന്തിനാണോ അത് തീർത്തിട്ട് ഇപ്പൊ പോക്കോണം, മനസ്സിലായോ? കെവിൻ, ഒരു പെണ്ണിനെ റോഡിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത് ശരിയായില്ല. ആര് ഭീഷണിപ്പെടുത്തി? ഞാനൊന്നും ചെയ്തിട്ടില്ല. കണ്ടില്ലേ പച്ചക്ക് നുണ വിളിച്ചു പറയുന്നേ? കള്ളൻ, കരിങ്കള്ളൻ. കെവിൻ, നീ ചെയ്തത് കണ്ടതിന് സാക്ഷികളുണ്ട്. സോ ഇതിനൊരു പരിഹാരം കാണണം. കെവിൻ, നിന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാ ഈ അപ്പനെന്ന് നിനക്കറിയാലോ. നീ ചെയ്തത് തെറ്റ് തന്നെയാ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് ഇവരുടെ മുന്നിൽ ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടി വന്നത്. മക്കളെ നേരെ ചൊവ്വ വളർത്തിയില്ലെങ്കിൽ പലപ്പോഴും പലയിടത്തും ഇതുപോലെ തല കുനിച്ച് നിൽക്കേണ്ടി വരും. പീലിപ്പോസെ, നീ എന്റെ തല വളയുന്നത് നോക്കി നിൽക്കണ്ട. നിന്റെ പെങ്കൊച്ചിനെ കുറച്ച് അടക്കത്തോടെ വളർത്താൻ നോക്ക്. എന്റെ മകൾക്ക് എന്താണ് കുഴപ്പം? ഓ, മക്കളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ വന്ന എനിക്കിനി തന്തമാരുടെ പ്രശ്നം കൂടി സോൾവ് ചെയ്യേണ്ടി വരുമോ? നിർത്താൻ.
കെവിൻ, നീ ചെയ്ത തെറ്റിന് നീ സോറി പറഞ്ഞേ മതിയാവൂ. സോറിയോ? ഞാനോ? അതിന് കെവിൻ വീണ്ടും ജനിക്കണം. എന്നെ ഇങ്ങോട്ട് വാടാ, ഞാൻ തല്ലിക്കൊല്ല. നീ ചാവും, എന്നിട്ട് വീണ്ടും വാ. ഡി, നീ ആരോടടി കിടന്ന് ഷോ കാണിക്കുന്നേ? ദേ, ആ നെയ്റോസ്റ്റിന്റെ ഉള്ളിലിട്ട് പൊതിയാനുള്ളതേ ഉള്ളൂ നീ, കുഞ്ഞിക്കോഴി. ടാ, വേഷം കെട്ട് പറഞ്ഞാലുണ്ടല്ലോ, അവൻ വന്നിരിക്കുന്നു ഒരു കണ്ണാപ്പി. കെവിൻ, ഇനി കൂടുതൽ സംസാരം ഒന്നും വേണ്ട. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സോറി പറ. ഇല്ല, ഞാൻ പറയില്ല. നിന്റെ അമ്മച്ചിയും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്ന് നിനക്കറിയാലോ. പറ മോനെ. സോറി. എന്താ? കേട്ടില്ല. കണ്ട അവളുടെ അഹങ്കാരം. വർഷ, മതി. അവൻ സോറി പറഞ്ഞു, അത് നമ്മൾ എല്ലാരും കേട്ടു. അപ്പോ തൽക്കാലത്തേക്ക് പ്രോബ്ലം സോൾവ്. എന്തായാലും കാര്യങ്ങളെല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു കോഫി കുടിച്ചിട്ട് പിരിയാം. ആനയിറച്ചിയാണെങ്കിൽ ഇവിടെ കിട്ടില്ല സാർ. ആനയിറച്ചിയോ? എന്താണ് കൊച്ചിനെ നിനക്ക് പറ്റിയേ? നീ പോയി 5 കോഫി കൊണ്ടുപോവാ. അപ്പോ എന്നാ ഉണ്ട് വിശേഷങ്ങൾ? സക്കറിയ, നിന്റെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ എങ്ങനെ പോകുന്നു? ഓ, വൈൽഡ് ലൈഫിൽ പോകാൻ അന്നമ്മ സമ്മതിക്കണ്ടേ? അതുകൊണ്ട് കൊക്കിനെയും കുളക്കോഴിനെയും ഒക്കെ എടുത്തു നടക്കുന്നു. ആ, പിന്നെ പറയാൻ മറന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു 11 മണിയായിട്ടുണ്ടാവും ചിത്തിരപ്പറമ്പിന്റെ അപ്പുറത്തെ കുറ്റിക്കാട്ടിൽ മൂങ്ങിയുടെ ഫോട്ടോ എടുക്കാൻ പോയതാ. അപ്പോ എന്റെ മുന്നിലേക്ക് ഒരു സാധനം വന്ന് ചാടി. എന്താന്നറിയോ? ഒരു പുലി. പുലിയോ? കുറ്റിക്കാടിലോ? വല്ല പൂച്ചയോ ആയിരിക്കും. ഡാ, നിന്റെ വാഴയിലെ പഴം തിന്നാനാടാ പൂച്ച വരുന്നേ. എന്റെ മുന്നിൽ വരുന്ന സാധനത്തിന് കുറച്ച് റേഞ്ച് ഉണ്ടാവും. ദേ, ഒരൊറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. ഈ കോഫി വന്ന് കുടിക്കേ. കുറച്ചു നേരമെങ്കിലും ആ വായ ഒന്ന് അടഞ്ഞിരിക്കുമല്ലോ. പിന്നെ പീലിപ്പോസെ, എന്ത് പറയുന്നു? ഈ വർഷയെ ഇങ്ങനെ നിർത്തിയാ മതിയോ? ഒരു കല്യാണമൊക്കെ നോക്കണ്ടേ? ഇവളെ കെട്ടുന്നവന്റെ അധോഗതി ആയിരിക്കും. പാവം ചെറുക്കൻ. എന്റെ ചെറുക്കന്റെ ഗതി ഓർത്ത് നീ വിഷമിക്കണ്ട. എനിക്ക് കിട്ടുന്നതേ നല്ല ചുള്ളൻ ചെറുക്കനെ ആയിരിക്കും, അല്ലാതെ നിന്നെ പോലെ അലവലാതിയല്ല. അല്ലെങ്കിൽ ആർക്ക് വേണോടി നിന്നെ? എന്റെ പട്ടിക്ക് പോലും വേണ്ട. ചേട്ടാ, ഇതുങ്ങളെ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? ഒന്നും മിണ്ടാതിരിക്കാൻ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, വർഷയുടെ മാരേജിനെ പറ്റിയൊക്കെ ആലോചനയുണ്ടോ? അത് പിന്നെ അവള് പഠിക്കുമല്ലേ. ഞാൻ അതൊന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടേ ഇല്ല. എടോ, കുറച്ചു നാളായി എന്റെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ തോന്നിയിട്ട്. നമ്മുടെ വർഷയെ എന്റെ മകൻ നിതിനൊന്ന് ആലോചിച്ചാൽ എന്താ? മിഥുനോ? ഐസക്ക്, നീ എന്തുവായി പറയുന്നേ? ഫിലിപ്പോസേ, ഞാൻ ആലോചിച്ചിട്ട് തന്നെയാ. മിഥുന് നല്ല ചേർച്ചയായിരിക്കും വർഷ. ഞാൻ പറഞ്ഞ അതിനപ്പുറം അവൻ പോവില്ല. തനിക്ക് ഇൻട്രസ്റ്റ് ആണ്. അത് സമയമുണ്ടല്ലോ. അപ്പോ നമ്മൾ വന്ന കാര്യമെല്ലാം ഒരുവിധം ഭംഗിയായി അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ വന്നിരിക്കാൻ ഇടവരുത്തരുത്. നിങ്ങളോട് രണ്ടുപേരോടും മനസ്സിലായല്ലോ. കഴിഞ്ഞോ? അപ്പ വരുന്നുണ്ടോ? എനിക്ക് പോയിട്ട് വരെ പണിയുണ്ട്. അപ്പൊ ശരിയെന്നാ, വീണ്ടും കാണാം. പപ്പ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? എങ്ങനെ പറയാൻ പോയത്? അത് പിന്നെ നമ്മുടെ ഐസക്ക് ഒരു പ്രൊപ്പോസൽ വെച്ചടി, നമ്മുടെ വർഷയ്ക്ക് വേണ്ടി. മിഥുനെ. ഉള്ളതാണോ? നല്ല ചെറുക്കനാ, നിനക്ക് നന്നായിട്ട് ചേരുമടി മോളെ. പിന്നെ എനിക്കൊന്നും വേണ്ട. അതെ ചേച്ചി, ആള് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു പഴഞ്ചനാണ്. ചേച്ചിക്ക് നല്ല അടാർ ഐറ്റം തന്നെ വേണം. ചേച്ചിയോട് കട്ടക്ക് ഇടിച്ചിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു കിടുമുതൽ. എന്തെങ്കിലും വരുവായിരിക്കും എന്റെ ഹീറോ. ഇപ്പൊ തന്നെ വരും, നോക്കിയിരുന്നോ? പപ്പ മസ്റ്റ് ആയിട്ട് നോ പറഞ്ഞിരിക്കണം. എനിക്ക് ഇതൊരു പോയിന്റ് കൂടി മുന്നോട്ട് പോകുന്നത് ഇഷ്ടമല്ല. നീ പിന്നെ ഏത് രാജകുമാരനെ നോക്കിയിരിക്കുവാ? അതെ, നോക്കിയിരിക്കുവാ. എന്റെ രാജകുമാരൻ ഇപ്പൊ എവിടെയെങ്കിലും എന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി റെഡി ആവുന്നുണ്ടാവും. നോക്കിക്കോ. നീ എന്തുവാടാ കുറെ നേരം ആയല്ലോ ഒറ്റയ്ക്ക് റൂമിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? നിനക്ക് എന്താ വേണ്ടേ? എടാ, ഞാൻ അറിഞ്ഞു അപ്പൻ നിന്നെ കോംപ്രമൈസ് ചെയ്യാൻ കൊണ്ടുപോയത്. നിന്നെ കൊണ്ട് സോറി പറയിപ്പിച്ചെന്നും കേട്ടു. നീ വിഷമിക്കാതെടാ. ഒരു സോറി അല്ലേ പോട്ടേന്ന് വെക്കണം.
നീ ഒന്ന് എഴുതിയിട്ട് പോകുന്നുണ്ടോ? മനുഷ്യനൊന്ന് ഒറ്റയ്ക്കിരിക്കാൻ പോലും വിടില്ല. ഒരിടത്തും സമാധാനം കിട്ടില്ലെന്ന് വെച്ചാ. ഓ എന്റെ പൊന്നെ, ഞാൻ പോണു. എന്നാ ഞാനും കീരിക്കടൻ ജോസിന്റെ അമ്മാവനു. എടാ നേരാണോ? നീ സോറി പറഞ്ഞോ? കെവിനെ, നന്നായി നീ സോറി പറഞ്ഞത്. ആ ചെയ്തത് ഒരു തെറ്റ് തന്നെയായിരുന്നു. നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? ഏയ്, ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നതാ. ഡാ ദേ വരുന്നു നിന്റെ ആജന്മ ശത്രു. എന്താണ് കെവിനെ, നീ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നേ? ഇവൾക്കിട്ടൊരു മുട്ടൻ പണി കൊടുക്കണ്ടേടാ. ഞാനില്ലടാ. ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാൻ പോവാ. ഇങ്ങനെ മുന്നോട്ട് പോയാ അത് ശരിയാവില്ല. ഇവനിത് എന്ത് പറ്റി? എന്റെ ചേട്ടൻ തന്നെയാണോ ഈ പറയുന്നേ? ഒരൊറ്റ സോറിയിൽ നീ നന്നായോ? എന്താടാ നിനക്ക് എന്ത് പറ്റി? നീ ഇങ്ങനെ അല്ലല്ലോ. എന്ത് പറഞ്ഞാലും തിരിച്ചു പറയുന്നവനല്ലേ. ഏയ്, ഞാൻ ഇന്നലെ അത്രക്ക് നാണം കെട്ടടാ. എനിക്ക് വയ്യ. ഞാനായിട്ടിനി ഒന്നിനുമില്ല. ആ, ഒരു കണക്കിന് അതാ നല്ലത്. പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുമല്ലോ. ആ അമ്മേ, അതെ, പെട്ടെന്ന് എന്റെ വയറിനൊരു വേദന. ഞാനിപ്പോ വരാം. രാവിലെ കഴിച്ച പഴങ്കഞ്ഞി പിടിച്ചില്ലേ എന്തോ. എടിയേ, നീ ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? ഇവിടെ ചില വലിയ പുള്ളികളൊക്കെ തോറ്റു തുന്നമ്പാടി എന്നൊക്കെ കേൾക്കുന്നു. പക്ഷേ വേണ്ട, അവൻ സോറി പറഞ്ഞു. അവന്റെ തെറ്റ് തിരുത്തി. അത് നീ കേട്ടതുമാ. പിന്നെ നീ ആയിട്ട് വീണ്ടും തുടങ്ങരുത്. ഞാനായിട്ട് ഒന്നും തുടങ്ങുന്നില്ല. എങ്കിലും ഈ വർഷയുടെ മുമ്പിൽ അവൻ മുട്ട് മടക്കിയത് നാലാൾ അറിയണ്ടേ? അതല്ലേ അതിന്റെ ഒരു ശരി. നീ വാ. ഹലോ മിസ്റ്റർ കണ്ണാപ്പി, എന്താ ഒരു ഉഷാറില്ലാതെ ഇരിപ്പ്? നിനക്ക് എന്താടാ ഇനി തല്ലാനൊന്നും തോന്നുന്നില്ലേ? പക്ഷേ നീ പോവാൻ നോക്ക്. പക്ഷ വെറുതെ സീൻ ഉണ്ടാക്കാൻ വരരുത്. വെയിറ്റ്, എന്താടാ സോറി പറഞ്ഞപ്പോഴേക്കും നീ നന്നായോ? അരെ വാ. പക്ഷെ പ്ലീസ്, നീ അവന്റെ ടെമ്പർ കൂട്ടാൻ നിൽക്കാതെ പോവാൻ നോക്ക്. അങ്ങനെ പേടിച്ചോടുന്നവളല്ല ഈ വർഷ. അതൊക്കെ നിന്റെയൊക്കെ ഈ പുന്നാര ഫ്രണ്ട്. പക്ഷേ മോളെ, നീ പറയുന്ന കേൾക്ക്. ഇത് നിനക്ക് മുട്ടം പണിയാവാൻ ചാൻസ് ഉണ്ട്. വാ പോവാൻ നമുക്ക്. നീ വെറുതെ ഇരി. ഇന്നലെ സോറി പറഞ്ഞപ്പോഴുള്ള ഇവന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സോറി പറഞ്ഞില്ലേ? ഇനിയും നിനക്ക് എന്താണ് വേണ്ടേ? ഓ, ആ സോറി അങ്ങോട്ട് പോരായിരുന്നു. ഒരു വട്ടം കൂടി എനിക്കത് കേൾക്കണം. അതും നിന്റെ വായിന്ന്. പറയടാ. ഇല്ലേ, ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ ചെയ്ത ചെറ്റത്തരം വിളിച്ചു പറയട്ടെ? വേണ്ട. എന്താ പേടിയാണോ ചെറുക്ക? നിന്റെ ഒറിജിനൽ ഫേസ് എല്ലാവരും അറിയുന്നോർത്ത്. ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് നല്ല ബോധമുള്ളത് കൊണ്ടാ. പക്ഷെ അതിന്റെ വീക്ക്നെസ് ആയി നീ മുതലെടുക്കരുത്. എടുത്താൽ എന്നെ പുഷ് ചെയ്യരുത് വർഷേ. മോളെ, നീ റിഗ്രറ്റ് ചെയ്യേണ്ടി വരൂ. ഇന്നലെ സോറി പറഞ്ഞതുപോലാണോ റിഗ്രറ്റ് ചെയ്യണ്ടേ? നീ നിർത്തിക്കോ. ഇത് നിന്നെ നല്ലതിനല്ല. ഞാൻ എന്തിനു നിർത്തണം? കാരണം ഞാൻ എന്നെ പിടിച്ചു നിർത്തിയേക്കുവാ. എപ്പോഴാ അതിന്റെ പിടി വിടുന്നതെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ല. നീ എന്നെ വീണ്ടും ഭീഷണിപ്പെടുത്തുവാണോ? This is a warning. That day I lost my control. എന്റെ ആ വേർഷനെ ആരെക്കാളും കൂടുതൽ ഞാൻ തന്നെ വെറുക്കുന്നുണ്ട്. ബട്ട് നീ എന്നെ വീണ്ടും അതിലേക്ക് വലിച്ചിടാൻ നോക്കിയ. മതി, ഇത് ഇവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ പിന്നീട് സംഭവിക്കാനിരിക്കുന്നതിനെ കുറിച്ച് വിഷമിക്കാനും നിനക്ക് നേരം കാണും. എനിക്ക് പിന്മാറാൻ ഉദ്ദേശമില്ലെങ്കിലോ? മോളെ, അവസാനമായിട്ട് പറയുക, ഞാൻ നിന്നെ വോൺ ചെയ്തില്ലെന്ന് നീ പറയരുത് ഇനി ഒരിക്കലും. കാണാം. കെവിൻ, ഇങ്ങോട്ട് നോക്ക്. നീ സോറി പറഞ്ഞതൊന്നും അവൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവൾക്ക് നിന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ടെന്നാ തോന്നുന്നേ.
നിന്റെ കൺട്രോൾ പോവാൻ മാക്സിമം അവൾ ട്രൈ ചെയ്യുന്നത് പോലെ. എന്റെ ലിമിറ്റ് വിട്ടു പോകുമെന്നാട്ടാ തോന്നുന്നേ. എടാ, എന്തായാലും ഞങ്ങളുണ്ട് നിന്റെ കൂടെ എന്തിനും. നീ ഒരിക്കലും ഒറ്റക്കായി പോവില്ല ഇതിൽ. ഐ എം ട്രൈയിങ്. ബട്ട് നമുക്ക് നിന്റെ കൺട്രോൾ ഇപ്പൊ പിടിവിട്ട അവൾ വിക്ടിമും നീ വില്ലനുമായി മാറും ഈ സ്റ്റോറിയിൽ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മാക്സിമം സൈലന്റ് ആയി ഇരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗുഡ്. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഉണ്ടടാ. കെവിൻ, അവൾ നിന്റെ അടുത്തേക്ക് വന്ന അവോയ്ഡ് ചെയ്യ, ബ്ലോക്ക് ചെയ്യ, മാറി നടക്ക്. എന്നിട്ടും അവൾ നിന്നെ കോർണർ ചെയ്യാൻ ശ്രമിച്ച കോളാസ്, ഒരു വിളിക്കപ്പുറത്ത് ഞങ്ങൾ ഉണ്ടടാ. പക്ഷേ എനിക്ക് അവളെ വേദനിപ്പിക്കണമെന്നില്ലടാ. അതറിയാം. ബട്ട് അതോടൊപ്പം നീ വേദനിക്കരുത്, അത്രേ ഉള്ളൂ. നീ ഇപ്പോ കാമായിട്ടിരിക്കെ. അതൊരിക്കലും നിന്റെ വീക്ക്നെസ് അല്ലടാ. നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതാ. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? കെവിൻ, can we talk? Just 2 minutes. Say it. ഞാൻ അറിഞ്ഞു വർഷ നിന്നോട് ചെയ്തതെല്ലാം. സാരമില്ല, ഇങ്ങനെയുള്ളവൾമാർ പിന്നീട് അനുഭവിക്കും. ഞാൻ എല്ലാവരെയും അറിയിക്കാൻ പോവാ ഇവൾ എങ്ങനെയുള്ള പെണ്ണാണെന്ന്. നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാന്ന് നിനക്കറിയില്ലേ? ഫോർ യു. ഞാൻ നിന്നെ കെയർ ചെയ്യുന്നത് കൊണ്ടാ. അവൾ നിന്നെ വേദനിപ്പിച്ചു, അതിന്റെ ഫലം അവൾ അനുഭവിച്ചേ മതിയാവൂ. അവൾ എന്നെ വേദനിപ്പിച്ചെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു. കെവിൻ, അവൾ നിന്റെ പേര് ഈ കോളേജ് മുഴുവൻ പറഞ്ഞ് നാട്ടിക്കുക. ലെറ്റ് മീ ഫിക്സ് ഇറ്റ്. ഓഹോ, അവളെ മുന്നിൽ നിർത്തി നീ ഈ മാറ്റർ ഫിക്സ് ചെയ്യുവാൻ നോക്കുവാണോ? എനിക്ക് റിവെഞ്ചിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്കറിയാം. അതിന് എനിക്ക് നിന്റെ ആവശ്യമില്ല. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചിട്ടാ. കെവിനെ, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. സോ ഓഹോ, ലവിനെയൊക്കെ ഇപ്പോ വിഷമെന്നാണോ പറയുന്നേ? നീ ഒന്ന് കേട്ടോ, ഞങ്ങൾക്കിടയിൽ നടക്കുന്നത് എന്താണോ അത് ഒരു ആയുധമായിട്ട് യൂസ് ചെയ്യാൻ നിൽക്കരുത്. അവളുടെ പേര് പറഞ്ഞ് എന്നോട് അടുക്കാൻ വന്നാ. ഓഹോ, അപ്പോ ഇപ്പൊ നീ അവളുടെ സൈഡ് പിടിക്കുവാണോ? ഞാൻ ശരിയായ സൈഡ് പറഞ്ഞെന്നേ ഉള്ളൂ. ആൻഡ് ഇനി ഒരിക്കലും ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്ന. എനിക്കറിയില്ലായിരുന്നു നീ ഇത്രയ്ക്കും ഹൃദയമില്ലാത്തവനായിരുന്നെന്ന്. പാവം കുട്ടി, അവൾ അവളുടെ മുഴുവൻ ലോകവും നീയാണെന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ എന്തിനാണ് ഒരു പട്ടിയെ പോലെ ആട്ടിവിട്ടത്? She crossed the line. എന്താണ് അവൾ ക്രോസ് ചെയ്തത്? എനിക്കെതിരെ തിരിഞ്ഞതോ അതോ നിന്നെ ഇഷ്ടപ്പെട്ടതോ? മറ്റൊരാളെ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് എന്നെ ഇംപ്രസ് ചെയ്യാൻ നോക്കിയതുകൊണ്ട്. ഓ, നീ എന്താ ഇപ്പോ ജെന്റിൽമാൻ കളിക്കുവാണോ? നിനക്ക് തോന്നുമ്പോഴൊക്കെ ഈ മാന്യത കളിക്കുന്നത് കാണുമ്പോ എനിക്ക് ചിരിയാ വരുന്നേ. എന്നെ റോഡിൽ തടഞ്ഞു നിർത്തിയപ്പോ ഈ മാന്യതൊക്കെ എവിടെ പോയടാ? നീ കളിയാക്കാവുന്നതിന്റെ അപ്പുറം കളിയാക്കിക്കോ. കിട്ടിയ അവസരം പാഴാക്കണ്ട. മതി വർഷ, നീ ഒരുപാടായി എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആഹാ, അത് കൊള്ളാലോ. അവനോട് ഒരു കുട്ടി ഇഷ്ടം പറയുമ്പോ അതിൽ എന്റെ പേര് വലിച്ചിടുമ്പോ അത് ചോദിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. അവൻ മറ്റൊരു പെണ്ണിനെ തരം താഴ്ത്തി ഇഷ്ടം പറയാൻ നിൽക്കരുതെന്നേ പറഞ്ഞുള്ളൂ. അത് റൂഡല്ല. ഓ, റിലാക്സ്. ഞാൻ മറന്നുപോയി, ഇവനിപ്പോ കുറെ ബോഡി ഗാർഡ്സ് ഉള്ള കാര്യം. ഞങ്ങൾ ഇവന്റെ ഫ്രണ്ട്സ് ആണ്. ആൻഡ് ഞങ്ങളുടെ ഫ്രണ്ട് പബ്ലിക്കലി ഇങ്ങനെ ചെറുതാവുന്നത് കണ്ടു നിൽക്കാൻ ഞങ്ങൾക്കാവില്ല. ഡിഫെൻഡ് ചെയ്യുക തന്നെ ചെയ്യും. വിട്ടേക്ക്. ഓ, ഐ ഹേറ്റ് ദിസ്. ഇതിലിപ്പോ ഏത് പാർട്ടാണ്? എല്ലാം. എന്റെ ഈ സൈലൻസ് മറ്റുള്ളവർ കാണുന്നത് ഞാൻ തെറ്റ് ചെയ്തതിന്റെ കുറ്റബോധം കൊണ്ടാണെന്നാ. മാറി നടക്കുമ്പോ അത് വീക്ക്നെസ് ആയും കാണുവാ. ആ പെണ്ണ് അതൊരു തലവേദന തന്നെയാ. ബട്ട് എനിക്ക് അവളെ വേദനിപ്പിക്കണമെന്നില്ലായിരുന്നു. പക്ഷെ വേറൊരു പെണ്ണിനെതിരെ വൃത്തിയോട് വിളിച്ചു പറഞ്ഞ് അത് എന്നോട് അടുക്കാൻ ഒരു കാരണമായി യൂസ് ചെയ്തപ്പോ എന്റെ കൺട്രോൾ പോയി. ആൻഡ് വർഷ, ഞാൻ റിയാക്ട് ചെയ്ത ഞാൻ തോൽക്കും. ചെയ്തില്ലേ ഞാൻ കുറ്റം ചെയ്തവനും. ഓ, മതിയായി. ഇതേകൂടെ നാടി ഈ കാളകാനം. ഓ, ഇതാരാ? നമ്മുടെ സിംഗിങ് സൂപ്പർ സ്റ്റാറോ? ഓ, നോട്ട് അഗൈൻ. നിനക്ക് എന്താണ് വേണ്ടേ? നീ എന്തുവാ പാട്ട് പാടി ഈ കോളേജിലെ പെൺപിള്ളേരെ വീഴ്ത്താനുള്ള പരിപാടിയാണോടാ? പാവം, നോക്കി നീ ഒരുപാട് കഷ്ടപ്പെടുന്നു. ആരെങ്കിലും ഒന്ന് വീണിരുന്നെങ്കിൽ. വർഷ പ്ലീസ്, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തോട്ടെ.
നിനക്ക് കണ്ടൂടെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്? നിന്റെ ഈ ഉണക്ക സൗണ്ട് നിനക്ക് മാത്രം കേട്ടാ പോരെ, നാട്ടുകാരെ കേൾപ്പിക്കണോ? നോക്ക്, എന്റെ ചെവി ചുവന്നു പോയി. നിനക്ക് അത്രക്ക് പ്രശ്നമാവുന്നുണ്ടേ നീ ഇവിടുന്ന് പോടി. നിന്നെ ആരെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടോ ഇവിടെ? എനിക്ക് പോവാൻ സൗകര്യമില്ലടാ. ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ. നീ പ്രാക്ടീസ് ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. നിന്നോട് മര്യാദയുടെ ഭാഷയെ ഞാൻ പറഞ്ഞു വേണ്ടേ, വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കരുത്. സോറി, ഞാൻ നീ എന്ത് ചെയ്യോടാ? ഹലോ, ഒന്ന് പുറത്തേക്ക് തന്നെ. എനിക്ക് ഇതിനോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. അവൾ എന്തിനു പുറത്തു പോകണം? അവൾ ഉള്ളപ്പോ പറയാൻ പറ്റുന്നത് പറഞ്ഞാ മതി. എന്താ പേടിയാണോ മിസ് വർഷക്ക്? പേടിയോ? എനിക്കോ? എമി, നീ പോ. വർഷ, നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ? അതെ, നീ ചെല്ലേ. വർഷ, നീ സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. ബി കെയർഫുൾ. കൂട്ടുകാരെ ഉപദേശിച്ചാലും നന്നാവാത്ത സാധനം. കെവിൻ, പ്ലീസ്, കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെ നോക്കണം. ഹലോ, താൻ കണ്ടില്ലേ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇവളല്ലേ ഇങ്ങോട്ട് വന്നത് എന്റെ നെഞ്ചത്തോട്ട് കയറി മേയാൻ. അവളെ ഞാൻ അനുവദിക്കില്ല. നോക്ക്, ഞാൻ ഇവിടെ നിന്റെ ആട്ടം കാണാൻ വരുന്നതല്ല. ഞാൻ ഇവിടെ ആടാനല്ല വരുന്നേ. പിന്നെ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്താടി? അവന് ഈസി ആയിട്ട് വന്ന് എന്നെ ചൊറിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. മേ ബി. ഞാനൊന്ന് നോക്കട്ടെ. എങ്കിൽ നീ നന്നായി അറിയും മോളെ. വർഷ, എന്താ ഇവിടെ? ഓ, നാശം. ഞാൻ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞു. നമ്മുടെ വെഡിങ് പ്ലാനിനെ പറ്റി സംസാരിക്കാൻ തന്നെയാണ്. ഏത് വെഡിങ്? നിന്നെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? ഓ, നിനക്കറിയില്ല, വർഷയെ മാരേജ് ചെയ്യാൻ പോകുന്നത് ഞാനാ. അപ്പോ എനിക്കിവിടെ വരാൻ അവകാശമുണ്ട്, പ്രത്യേകിച്ച് വർഷയുടെ കാര്യത്തിൽ. ഓഹോ, അപ്പൊ നീ കറക്റ്റ് ടൈമിലാ വന്നിരിക്കുന്നേ. ഇവളുടെ തനി നിറം ഇപ്പൊ കാണിച്ചു തരാം. കെവിൻ, ഫാമിലിയെ വരെ വിളിച്ചു കൂട്ടി സോൾവ് ആക്കിയതല്ലേ നിങ്ങളുടെ ഇഷ്യൂ. എന്നിട്ട് നീ വീണ്ടും അടിപൊളി ചക്കിക്കൊത്ത ചങ്കരൻ. ഇവൾ എന്റെ നെഞ്ചത്തോട്ട് വന്നാ ഞാൻ എന്ത് ചെയ്യണം? സോറി മിസ്റ്റർ മിഥു, അവൾക്ക് നിന്നെ വേണ്ട, എന്നെ മതി. കുറെയായി എന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. അലവലാതി വേണ്ടതിനെ പറഞ്ഞാലുണ്ടല്ലോ.